സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. പെരുന്നാൾ ദിനത്തിൽ കാരാത്തോട് ഗ്രാമത്തിലെ മുഴുവൻ പേർക്കും ഭക്ഷണം നൽകിയിരിക്കുകയാണ് വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടിയായ അബു താഹിർ. തന്റെ വീട്ടിൽ സ്നേഹസംഗമം എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ പ്രദേശത്തെ ആഭാലവൃദ്ധം ജനങ്ങളാണ് സംബന്ധിച്ചത്. എല്ലാവരും ഒത്തൊരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കുക എന്ന സന്ദേശം വിളിച്ചോതുന്നതായിരുന്നു ഈ കാഴ്ച. പ്രദേശത്തെ എല്ലാവർക്കും തന്റെ വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണം ഒരുക്കിയാണ് പെരുന്നാൾ ദിനത്തെ അബു താഹിർ വരവേറ്റത്. സംഗമത്തിന് മൊഞ്ചുകൂട്ടാനായി പാണക്കാട് സാദിഖലി തങ്ങളും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും എത്തിയിരുന്നു. പെരുന്നാൾ എന്ന് പറയുന്നത് തന്നെ കൂട്ടായ്മയുടെ ആഘോഷമാണ് പെരുന്നാൾ എന്നുള്ളത്. ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് സൗഹൃദം പങ്കുവെക്കുക എന്നൊക്കെയുള്ളത് തന്നെയാണ് പെരുന്നാൾ. അപ്പോൾ അബു താഹിർ അദ്ദേഹത്തിൻ്റെ ഈ ബ്ലോക്കിൽപ്പെട്ട ഡിവിഷനിൽപ്പെട്ട എല്ലാവരും വിളിച്ചു ചേർത്തുകൊണ്ട് ഇങ്ങനെ നല്ലൊരു സദ്യ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിലൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. എല്ലാത്തിലുള്ള ആശംസകൾ നേരുകയാണ്. അതെ, നമ്മളെ പ്രദേശമാണ്, നമ്മളെ തറവാടാണ്. അവിടെ ഇങ്ങനെ ഒരു പരിപാടി അബു താഹിർ സംഘടിപ്പിച്ചത് വളരെ സന്തോഷമുണ്ട്. തങ്ങളും കൂടി അതിൽ പങ്കെടുക്കുകയാണ്. അതൊക്കെ ഒരു നാട് തന്നെയാണല്ലോ. ഈ നാട്ടിൽ ജാതി മത ഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദം എല്ലാവരും ഇന്ന് ഇവിടെ വരികയാണ്. പെരുന്നാൾ ദിവസം ഉണയിക്കുക. ഇത്രയധികം ആളെന്ന് പറയുമ്പോൾ 5000-ഓളം ആളുകളുണ്ട്. വാർഡിലുള്ള മുഴുവൻ ആളെന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോട്ടല്ലോ. ഭക്ഷണം കഴിച്ചോ? എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ കൂടെ ഒന്ന് കഴിച്ചു. അതെ, മുഖ്യമന്ത്രി തങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. രാവിലെ അവിടുന്ന് ഒന്ന് കഴിച്ചു. ഇനി അടുത്തിന് പരിപാടി ഇടുകയാണ്. അങ്ങനെ തുടർന്ന് പെരുന്നാളല്ലേ. എല്ലാ ആഘോഷങ്ങളും ജാതി മതഭേദമന്യേ ഒന്നിച്ചാഘോഷിക്കുക എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്ന് അബു താഹിർ വ്യക്തമാക്കി. അതെ, നമ്മളൊരു നാട് ഒന്നിച്ച് നിൽക്കണമാണല്ലോ. നമ്മളെ സന്തോഷം എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ഏറ്റവും വലിയ ത്യാഗത്തിൻ്റെയും എല്ലാത്തിൻ്റെ ഒരു ദിവസമാണല്ലോ ഒന്ന് നമ്മൾ. അപ്പോൾ ഈ സൗഹൃദം നിലനിർത്താനും നാടിൻ്റെ നന്മക്കും ഇതുപോലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് ഇറങ്ങി വരിക പറഞ്ഞാൽ ഇതുപോലെ എവിടെ നമുക്ക് കാണാൻ കഴിയുക. ഇതാണ് നമ്മുടെ സന്തോഷം. സംഗമത്തിനെത്തിയവരോടൊപ്പം ഭക്ഷണവും കഴിച്ചാണ് സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം.